കുറേ നാളായി നമ്മളെയൊക്കെ മുൾമുന്നിൽ നിർത്തിയ വലിയ ഉത്കണ്ഠ ഉണ്ടാക്കിയ ഗൾഫ് നാടുകളിൽ വലിയ അത്യാഹിതങ്ങൾ വരുത്തിവെച്ച പശ്ചിമേഷ്യൻ യുദ്ധത്തിന് അറുതിയാകുന്നു. ഇറാനുമായുള്ള സമാധാന കരാറിന്റെ ആദ്യഘട്ട ധാരണാപത്രത്തിൽ ഓൺലൈനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ടെന്ന് അറിയിച്ചു. ഇറാനുമായി ഡിജിറ്റലായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇനി വെള്ളിയാഴ്ച ജനീവയിൽ ഔദ്യോഗികമായി അവർ നേരിട്ട് കരാർ ഒപ്പിടും. അതോടെ ഇതിൻ്റെ വ്യവസ്ഥകളൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അതേസമയം ലെബനോനിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ. മാത്രമല്ല, ലെബനോനുമായിട്ടുള്ള സംഘർഷം തുടരുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അമേരിക്ക നാവ് തുറന്നിട്ടില്ല. അമേരിക്കയുടെ മധു കൊട്ടാരകര ചേരുന്നു. അതുപോലെ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് പി ജെയിംസ് കൂടി ചേരും ഈ മനോഹരമായ മുഹൂർത്തങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ. മധു, ഗുഡ് മോർണിംഗ്. ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ നമ്മൾ കാത്തിരുന്ന ഒരു ദിനമാണിന്ന്. ഈ പ്രഭാതത്തിൽ വരുന്ന ഏറ്റവും സുഖകരമായ വാർത്തയും അത് തന്നെയാണ്. കാരണം ഈ അത്യാഹിതങ്ങൾ കുറച്ച് നമ്മളും അനുഭവിച്ചാണ് ഈ യുദ്ധത്തിന്റെ ഭാഗമായി. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഗുഡ് മോർണിംഗ് ജെയിംസ് സാർ. ഡിജിറ്റൽ സിഗ്നേച്ചർ പതിഞ്ഞു കഴിഞ്ഞു എസ് കെ എൻ ഈ ഇറാൻ അമേരിക്ക കരാറിൽ. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ ആഭ്യന്തരമായിട്ടുള്ള വാക്കുതർക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ഇറാന് 300 ദശലക്ഷം ഡോളർ നൽകുന്നുവെന്ന് ഈ ഡെമോക്രാറ്റ് പാർട്ടി പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തയാണെന്നാണ് ട്രംപ് പറയുന്നത്. ഇറാൻ അതുപോലെ ഒരിക്കലും ആണവായുധം നിർമ്മിക്കില്ലെന്ന് ഉറപ്പ് നൽകിയതായിട്ടും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. അതേസമയം ഈ അമേരിക്ക ഇറാന് പണം നൽകുന്നുവെന്ന വാർത്തകൾ നിഷേധിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് JD വാൻസും അതുപോലെ ട്രംപ് ക്യാബിനറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഒക്കെ ഇതിനു മുമ്പ് രാവിലെ തന്നെ എത്തുകയുണ്ടായിട്ടുണ്ട്. ജൂൺ 19 ഈ ധാരണാപത്രം ഒപ്പുവെക്കുന്നത്. അപ്പോൾ ഈ ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ അത് തിരികെ നൽകുകയോ അല്ലെങ്കിൽ ഈ ഉപരോധങ്ങൾ പൂർണ്ണമായി പിൻവലിക്കുകയോ ചെയ്യില്ല, വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായി വിലയിരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഇത്തരം ആനുകൂല്യങ്ങൾ നൽകുക. 60 ദിവസത്തെ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുക. ഇതൊക്കെയാണ് JD വാൻസ് പറയുന്നത്. അതേസമയം എസ് കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫ്രാൻസിൽ G7 ഉച്ചകോടി ആരംഭിച്ചിരിക്കുകയാണ്. G7 നേതാക്കളോടൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്തു. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്ന ഈ കരാറിനെ കുറിച്ച് ഡൊണാൾഡ് ട്രംപ് വിശദമായി സംസാരിക്കുകയും ചെയ്തു. ഹോർമൂസ് കടലിടുക്ക് വെള്ളിയാഴ്ചയോടെ പൂർണ്ണമായിട്ടും തുറക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇപ്പോൾ പ്രതിദിനം 25 കപ്പലുകൾ കടന്നു പോകുന്നുണ്ട്. ഇത് കൂടാതെ 40 മുതൽ 50 വരെയായി വർദ്ധിക്കുമെന്നും അത് വളരെ വേഗം പഴയപടിയിലാകുമെന്നുള്ള ഒരു പ്രതീക്ഷയും വെച്ച് പുലർത്തുന്നുണ്ട് എസ് കെ. അതേസമയം ഈ കരാറിന്റെ പ്രധാന ഭാഗമാണല്ലോ ഈ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ. അവിടെ പരിശോധന നടത്തുവാൻ ആണവ ഏജൻസി ഉദ്യോഗസ്ഥർക്ക് വീണ്ടും അനുമതി ലഭിക്കുമെന്നാണ് JD വാൻസ് ഇന്ന് ABC ന്യൂസുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അത് മാത്രമല്ല, ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് അവിടെ തന്നെ നശിപ്പിക്കുവാനുള്ള ധാരണയായിട്ടുണ്ട്. അത് നശിപ്പിക്കുവാൻ അമേരിക്കയും അന്താരാഷ്ട്ര ആണവ ഏജൻസിയും ഇറാനെ സഹായിക്കുമെന്നും JD വാൻസ് പറഞ്ഞു. അത് മാത്രമല്ല, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണാപത്രത്തിൽ ഇതെല്ലാം വ്യക്തമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും JD വാൻസ് പറയുകയുണ്ടായി എസ് കെ. അതേസമയം ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ഈ നെതന്യാഹുവിന്റെ വിഷയങ്ങൾ ഡൊണാൾഡ് ട്രംപ് വളരെ പരസ്യമായിട്ട് ഒരു വിവേകമില്ലാത്തവൻ എന്നൊക്കെയുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിന് മറുപടി വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും താൻ യോജിച്ചു പോകാറില്ലെന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഇസ്രായേൽ ജനത നേരിട്ടിരുന്ന ഒരു വലിയ ഭീഷണി ഒടുവിൽ ഒഴിഞ്ഞു പോയി എന്നാണ് നെതന്യാഹു പറയുന്നത്. അത് മാത്രമല്ല, ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണ ദൗത്യമാണ് അമേരിക്കയോടൊപ്പം ഇപ്പോൾ നടന്നത്. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരെയും അതുപോലെ അവരുടെ തലവന്മാരെയും ഇസ്രായേലിന് ഇല്ലാതാക്കുവാൻ, ഇറാന്റെ ഈ തലവന്മാരെയൊക്കെ ഇല്ലാതാക്കുവാൻ സഹായിച്ചു. അത് മാത്രമല്ല, ആണവ നിലയങ്ങളും മിസൈലുകളും ഒക്കെ നിർമ്മാണശാലകളും ഒക്കെ തകർത്തായിട്ട് നെതന്യാഹു അവകാശപ്പെട്ടു. അതേസമയം നമുക്ക് ഏറ്റവും ആശങ്ക പകർത്തുന്ന ഇത് നെതന്യാഹു പറയുന്നത് ലെബനനിൽ നിന്നുള്ള പിന്മാറ്റം അത് എത്രത്തോളം നെതന്യാഹു ട്രംപിനെ അനുസരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കരാറിന്റെ നിലനിൽപ്പും ഈ ലെബനനെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത് എസ് കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.